ബലിക്കല്ലിൽ ചവിട്ടിയാൽ അഥവാ ചവിട്ടിപ്പോയി എന്ന് വയ്ക്കാം, ഒരു കാരണവശാലും തുടരുത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയാൻ വേണ്ടി ഇടയ്ക്ക് കയറി പറഞ്ഞു. നമ്മളൊരു ശിവക്ഷേത്രത്തിൽ പോകുന്നു, നമുക്കറിയാം യോനിപീഠത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ശിവലിംഗമാണെന്നറിയാം. പക്ഷെ ഒരിക്കലും ഈ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനൊരു മനസ്സേ വരില്ല. അമ്മയും മകനുമായിട്ട് പോകും, അച്ഛനും മകളുമായിട്ട് പോകുന്നു, പിന്നെ നമ്മുടെ സഹോദരൻ. അതിന്റെ പ്രൊപ്പോർഷൻ അങ്ങനെയാണ്. ഈ മമ്മികൾക്കകത്ത് ഡെഡ് ബോഡി ചീത്തയാകാതിരിക്കുകയല്ലേ, എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ. അതെന്ത് പറഞ്ഞാൽ അതിന്റെ പ്രൊപ്പോർഷൻ അങ്ങനെയാണ്. ആ തീർത്ഥം ഇങ്ങനെ വളരെ ഹൃദയപൂർവ്വം അവർ കയ്യിൽ സ്വീകരിച്ചിട്ട് കുടിച്ച് അവരുടെ തലയിലും തളിച്ച് കൂടെ വരുന്ന മകളുടെ കുഞ്ഞോ മകന്റെ കുഞ്ഞോ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ തലയിലും കൂടെ തളിച്ചു കൊടുക്കും. വേണമെങ്കിൽ അവരുടെ ചുണ്ടിലും കൂടെ തരും. ആ ഓവിൽ നിന്ന് വെള്ളം ഇങ്ങനെ അകത്തുനിന്ന് ശ്രീകോവിനകത്തുനിന്ന് പുറത്തേക്ക് വീഴുമല്ലോ, അത് കുടിക്കാൻ പാടില്ല എന്ന് പറയും. കുംഭോബ്ധ്രധാരി ഇതെന്ന് പറഞ്ഞാൽ ഇത് ശിവൻ തന്നെ, മഹാദേവൻ തന്നെ സൃഷ്ടിച്ചതാണ്. ഇത് ഭൂമിയിൽ സ്പർശിക്കാതിരിക്കാൻ നീ ഇത് നിന്റെ വായിൽ ആവാഹിക്കണമെന്ന്. ഇത്തരത്തിലുള്ള ചെറിയ വിഷയമെന്ന് തോന്നുന്ന വലിയ കാര്യങ്ങൾ ഉൾപ്പെടെ പഠിക്കേണ്ടുന്ന ഒരു ശാസ്ത്രശാഖയാണ് ടെമ്പിൾ സയൻസ്. പക്ഷെ പ്രദക്ഷിണത്തിന് വേറൊരു വിധി കൂടെ ഉണ്ട്. അത് പലപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പാലിക്കാൻ പറ്റില്ല. അത് യഥാർത്ഥത്തിൽ ഒരു പ്രാക്ടിക്കൽ വേ കൂടെയാണ്. പ്രദക്ഷിണം എന്ന് പറയുന്നത് പ്രദക്ഷിണത്തിന്റെ വിധിയാണ്, അത് ആരും ചെയ്യണമെന്നല്ല അതിന്റെ അർത്ഥം. പ്രദക്ഷിണത്തിന് നമുക്ക് ഒരു അമ്പലത്തിൽ കയറുമ്പോൾ അതിനകത്ത് ആളില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ അവസരത്തിൽ ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് അത്? അതായത് ഒരു ഗർഭിണിയുടെ മനസ്സോടെ, പൂർണ്ണ ഗർഭിണിയുടെ മനസ്സോടെ, ഈ ഗർഭിണിയുടെ തലയിൽ നിറഞ്ഞ തേൻകുടം ഇരിക്കുകയാണ്. തേൻകുടം ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഗർഭസ്ഥ ശിശുവിനെ വഹിച്ചിരിക്കുകയാണ് പൂർണ്ണ ഗർഭിണി. ആ ഗർഭിണിയുടെ മനസ്സോടെ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ല, ഒരു പൂർണ്ണ മാതൃത്വമായി മാറുകയാണ്, പുരുഷനായാലും സ്ത്രീയായാലും. എന്നിട്ട് ഇടത് കാലിന്റെ ഉപ്പൂറ്റിയിൽ വലത് കാലിന്റെ പെരുവിരൽ മുട്ടിക്കുക. ഇടത് കാലിന്റെ ഉപ്പൂറ്റിയിൽ വലത് കാലിന്റെ പെരുവിരൽ മുട്ടിക്കുക. എന്നിട്ട് ആ വലത് കാലൻ എടുത്ത് മുന്നിൽ വെച്ച് ഉപ്പൂറ്റിയെ ഇടത് കാലിന്റെ പെരുവിരൽ മുട്ടിക്കുക എന്ന് പറഞ്ഞാല്, അപ്പൊ ഇതാണ് ഒരുപാട് സമയമുണ്ട്. അപ്പൊ ഇത് നമുക്ക് ആശാസ്യമായ കാര്യമല്ല, പക്ഷെ എങ്കിൽ പോലും വലത് വശം വഴി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയി വലത് വയ്ക്കണം എന്ന് പറയുന്നത്. വലത് വയ്ക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഈ പ്രദക്ഷിണം വലത് വെച്ച് തന്നെയാണ് വരുന്നത്. പക്ഷെ പ്രദക്ഷിണം സാധ്യമല്ലെങ്കിൽ വലത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിന്റെ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന വിഗ്രഹത്തിന്റെ വലത് വശം എന്ന് പറഞ്ഞാൽ അറിയാലോ, തെക്ക് ഭാഗമാണ്. അപ്പൊ ആ തെക്ക് ഭാഗത്തൂടെ കടന്ന് പടിഞ്ഞാറ് ഭാഗത്തൂടെ ഒന്ന്, വടക്ക് ഭാഗത്തൂടെ ഒന്ന്, കിഴക്ക് വരണം. അങ്ങനെ ഇങ്ങനെ കറങ്ങി. പക്ഷെ ഇത് ആരും ചെയ്യാറില്ല, നേരെ മുന്നിലാണ്. അതെ. അപ്പൊ അത് ഇതിന്റെ ഒരു ദേവവിധിയാണ്. ഇതൊരു ശാസ്ത്രീയമായ, കാരണം ഈ അമ്പലം ചെയ്തിരിക്കുന്നത് വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ചെയ്തത്. നമ്മളിപ്പോ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ കാണുന്നില്ലേ ബലിക്കല്ലുകൾ. ഈ ബലിക്കല്ലെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ കുഞ്ഞുനാളിൽ ആദ്യമായിട്ട് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകണം, അച്ഛൻ്റെ കൂടെയാണ്, വളരെ ചെറുതാണ്. അപ്പോഴും ഞാൻ അത് അവിടെ വിചാരിച്ചത്, എൻ്റെ ഒരു സങ്കല്പം, അച്ഛൻ അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ അച്ഛൻ്റെ കൂടെ പോയി അപ്പോൾ അവിടെ ഷർട്ടൊക്കെ ഊരണം. അച്ഛൻ ഇങ്ങനെ ഷർട്ടൊക്കെ ഊരി, അപ്പോൾ എൻ്റെ ഷർട്ടൊക്കെ ഊരി. അപ്പോൾ ഈ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ കൂടെ ഇങ്ങനെ കറങ്ങി എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് കറങ്ങിയല്ല, അച്ഛൻ എന്തോ ചെയ്യുന്ന എൻ്റെ കൂട്ടത്തിൽ വന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ എവിടെ ഇങ്ങനെ കറുത്ത കല്ലുകൾ കാണാം, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഇത് കൃഷ്ണൻ സ്വാഭാവികമായിട്ട് പശുക്കളുമായിട്ടാണല്ലോ ബന്ധം. ഭഗവാൻ കൃഷ്ണന് പശുക്കളുമായിട്ട്, ഗോക്കളുമായിട്ടും. അപ്പൊ ഇതൊക്കെ നമ്മൾ കഥയിൽ കേട്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ ഗോക്കളുടെ ചാണകം ആയിരിക്കും ഈ കിടക്കുന്നത്. ഈ ചാണകം പിന്നീട് കല്ലായി മാറി കാണും. ഇത് എനിക്ക് പലപ്പോഴും ഇപ്പോഴും പല ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട്, ഈ നെയ്യാറ്റിൻകരയിൽ നിന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ചാണകവും ഗോക്കളുടെ പിന്നെ ഇതൊന്നും അല്ല. ഇതെന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നത്. ബലിക്കലിൽ ചവിട്ടാൻ പാടില്ല, നമ്മളെ ഷോക്ക് അടിക്കും. ആ സിസ്റ്റം ഫോളോ ചെയ്താൽ, സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് ദേവരെയും ചവിട്ടാമല്ലോ.
നമ്മളിപ്പോ വെല്ലുവിളിച്ച ആരും ഇപ്പൊ പ്രധാനമന്ത്രി നമുക്ക് ചീത്ത പറയാലോ, പക്ഷെ നമ്മൾ പ്രധാനമന്ത്രിയെ ചീത്ത പറയാൻ പാടില്ല. കാരണം അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ നാഥനാണ്. പ്രസിഡന്റിന് നമുക്ക് വേണമെങ്കിൽ ചീത്ത പറയാലോ, അങ്ങനെ പറയാൻ പാടില്ല. ഒരു ദേശസ്നേഹത്തെ സംബന്ധിച്ച് ഒരു ദേശീയ ബോധവും ദേശബോധവും ഉള്ള ഒരു വ്യക്തി പ്രധാനമന്ത്രിയും പ്രസിഡന്റ് ഏത് പാർട്ടി ആ പാർട്ടി വരുന്നില്ലല്ലോ, അവരാരായിരുന്നാലും നമ്മൾ അവിടെ വളരെ ബഹുമാനിതമായി കാണണം. ആ പ്രോട്ടോകോൾ സംരക്ഷിക്കണം. നമ്മൾ ബഹുമാനം ചേർത്ത് മാത്രമേ പറയാവൂ. പ്രധാനമന്ത്രിയുടെ പേര് നമുക്ക് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായ സമയത്ത് പേര് പറയാം, പക്ഷെ പിന്നീട് നമുക്ക് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടില്ല എല്ലാ സ്ഥലത്തും ഒരു പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റ് ഈവൻ മുഖ്യമന്ത്രിയുടെയോ ഗവർണറുടെ പേര് പോലും വെറുതെ എഴുതി വെക്കാറില്ല. അതിനിടയിൽ വളരെ ബഹുമാനപ്പെട്ട എന്നാണ് എഴുതുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഭാരതീയ സംസ്കൃതി എന്ന് പറയുന്നത്. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ അങ്ങനെ കാണില്ല, ബഹുമാനപ്പെട്ട എഴുതി വെക്കാറില്ല. നമ്മുടെ ഇവിടെ അങ്ങനെയാണ്. നമ്മൾക്ക് പിന്നീട് നമ്മളൊരു രാഷ്ട്രീയമൊന്നും വരില്ല. അതൊക്കെ ജയിച്ചു വരുന്നത് ഇപ്പം തന്നെ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ജയിച്ചു വരുന്നവരെയാണ് രാഷ്ട്രീയം. പിന്നെ നമുക്കൊരു മന്ത്രി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടയാണ്. ഒരു എം.എൽ.എ മന്ത്രിയേക്കാൾ പ്രോട്ടോകോൾ വളരെ മേളിലാണ്. അപ്പൊ അദ്ദേഹം നമുക്ക് ബഹുമാനപ്പെട്ട മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അപ്പൊ അതുപോലെ ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ഇലക്ട്രിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ബലിക്കല്ലിൽ ചവിട്ടാൻ പാടില്ല. ഇത് വളരെ വലിയ സിലബസ് ആണ് ഈ ബലിക്കല്ല്. ഈ ബലിക്കല്ലിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും പല ആളുകളും നമ്മളിപ്പം അങ്ങന്റെ കാലിൽ ചവിട്ടി, ഞാൻ അങ്ങയുടെ കാലിൽ ചവിട്ടിയാൽ പെട്ടെന്ന് നമ്മൾ തൊഴുന്ന് വെക്കുന്ന ഒരു സമയം. ബലിക്കല്ലിൽ ചവിട്ടിയാൽ അഥവാ ചവിട്ടിപ്പോയി എന്ന് വയ്ക്കാം, ഒരു കാരണവശാലും തൊടരുത്. തൊട്ട് നെറ്റിക്ക് വരും. അതിപ്പം അങ്ങിപ്പോ പിന്നെ അങ്ങയുടെ വീട്ടിലൊരു പ്ലഗ് പോയിന്റ് അതിങ്ങനെ ഇളകി കിടക്കുന്നു. അപ്പൊ അങ്ങയുടെ ഈ ബോഡി അവിടെ തട്ടി. അപ്പൊ ആ സമയത്ത് അവിടെ ഷോക്ക് ഇല്ല, അങ്ങനെ ഷോക്ക് അടിച്ചില്ല. അങ്ങോട്ട് തന്നെ ആ 2 ലൈനിലും കൂടെ തൊഴുത് കളയാം. കാരണം അത്രയും വലിയ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചെറിയ സിലബസ് അല്ല ഈ അമ്പലം. ഈ ടെമ്പിൾ സയൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ സിലബസേ അല്ല. അപ്പൊ ഇത് പോയിട്ടൊരു ചെറിയ കാര്യം കൂടെ നമുക്ക് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നു. അപ്പൊ ഈ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ ഈ അതായത് ഈ ഓരോ അമ്പലത്തിൽ പോകുന്ന സമയത്തും നമ്മൾ അവിടുത്തെ ദേവതയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ പലപ്പോഴും നമുക്ക് സംഭവിക്കാറില്ല. കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് കാണും. ആദ്യമായിട്ടൊരു ക്ഷേത്രത്തിൽ നിന്നും ആ ക്ഷേത്രം നമുക്കറിയാം, രാജരാജേശ്വരി ക്ഷേത്രം എന്ന ബോർഡ്. പക്ഷെ ഈ ബോർഡ് നമ്മൾ കാണുമ്പോൾ ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം അറിയാം, പുഷ്പാഞ്ജലി ഇത്ര രൂപ, രക്തപുഷ്പാഞ്ജലി ഇത്ര രൂപ, അർച്ചന ഇത്ര രൂപ, സൈക്കിള് പൂജിക്കുന്നതിന് ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആ ദേവത ആരാണ്, ആ ദേവതയെ എങ്ങനെയാണ് സങ്കല്പം ചെയ്യേണ്ടത്, ആ ദേവതയെ എങ്ങനെയാണ് നമ്മളിലേക്ക് ആവാഹിക്കേണ്ടത്, ഇത് നമ്മൾ പഠിക്കാതെ പോയ റിസൾട്ട് ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയാൻ വേണ്ടി ഇടയ്ക്ക് കയറി പറഞ്ഞു. നമ്മളൊരു ശിവക്ഷേത്രത്തിൽ പോകുന്നു, നമുക്കറിയാം യോനിപീഠത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ശിവലിംഗമാണെന്നറിയാം. പക്ഷെ ഒരിക്കലും ഈ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനൊരു മനസ്സേ വരില്ല. അവിടെ നമുക്ക് ദേവതാ സങ്കല്പം മാത്രമാണ്, ഭഗവാൻ ശിവൻ. മനസ്സിലാവുന്നത്? ഭഗവാൻ ശിവൻ എന്ന് പറയുന്നത് വേറെ ഒരു ചിന്തയും വരില്ല, ആർക്കും ഒരു ചിന്തയും വരില്ല. കാരണം അതെന്തുകൊണ്ടാണ് ആ ചിന്ത വരാത്തതെന്നറിയാമോ? അങ്ങനെയാണ് അതിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അമ്മയും മകനായിട്ട് പോകും, അച്ഛനും മകളുമായിട്ട് പോകുന്നു, പിന്നെ നമ്മുടെ സഹോദരിയും സഹോദരൻ. അതിന്റെ പ്രൊപ്പോർഷൻ അങ്ങനെയാണ്. ഇപ്പൊ എന്തുകൊണ്ട് അങ്ങും ഞാനും സൈക്കിൾ ഉപയോഗിച്ചിട്ടുള്ളവരാണല്ലോ. അപ്പൊ നമ്മൾ സൈക്കിള് നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. നേരത്തെയൊക്കെ ഞാൻ ഇങ്ങനെ കുഞ്ഞുനാളിൽ നോക്കി നിൽക്കുമ്പോൾ ഒരു 5 ചാക്ക് സിമന്റ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരെ ചെറിയ വഴിയിലൂടെ തോടിന്റെ കരയൊക്കെയാണ്, ഈ തോട്ടിന്റെ കരയിൽ കൂടെ സുഖമാണ്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ കൊളോക്കിയലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓലപ്പൊളിയുടെ വീതി മാത്രമാണ് ഈ സൈക്കിളിനുള്ളത്. മനസ്സിലാവുന്നില്ല? പക്ഷെ അതിന്റെ പിന്നീട് നമ്മൾ വലുതായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ സൈക്കിളിന്റെ പ്രൊപ്പോർഷൻ അങ്ങനെയാണ്, നിർമ്മിതി അങ്ങനെയാണ്. നമ്മളിപ്പോ ഒരുപാട് വെയിറ്റ് ഉള്ള അരിച്ചാക്കുകൾ എടുത്ത് എത്ര കയറ്റി വെച്ചാലും അതിന്റെ പ്രൊപ്പോർഷൻ അങ്ങനെയാണ്. അപ്പൊ സ്കൂട്ടർ അങ്ങനെയാണ്, കാർ അങ്ങനെയാണ്, ഓട്ടോറിക്ഷ, ലോഡ് സൈക്കിൾ. അതെ, ലോഡ് സൈക്കിൾ. ഇപ്പൊ ഈ മമ്മികൾ പരിശോധിച്ച സമയത്ത് ഈ മമ്മികൾക്കകത്ത് ഡെഡ് ബോഡി ചീത്തയാകാതിരിക്കുകയല്ലേ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ. അതെന്തെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊപ്പോർഷൻ അങ്ങനെയാണ്, അതിന്റെ പ്രൊപ്പോർഷൻ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ചെയ്താൽ മാത്രമേ, ഇപ്പൊ മുട്ട നമുക്ക് ഇങ്ങനെ വെച്ച് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ വെച്ച് എത്ര ബലം കൊടുത്താലും ഇത് പൊട്ടിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊപ്പോർഷൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞാൽ പൊട്ടും, അല്പം ഒന്ന് ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇത് പൊട്ടും എന്നുള്ളത്. അപ്പൊ അതുപോലെ അപ്പോൾ നമ്മൾ ശിവക്ഷേത്ര ദർശനത്തിനാണ് പോകുന്നതെങ്കിൽ അപ്പോൾ വലത് വയ്ക്കുന്നു, വലത് വശത്തുകൂടെ നമ്മൾ ഇടത് ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഈ ശിവക്ഷേത്രത്തിൽ ഒരു ചെറിയ അടവുണ്ട്. അതെ, നമുക്ക് ഓവ് ഉണ്ട്. ആ ഓവിന്റെ അവിടെ സ്വാഭാവികമായിട്ട് ഒരു വേലി ഇട്ടിരിക്കും.
അങ്ങോട്ട് പോകരുത് എന്ന് പല ശിവക്ഷേത്രത്തിലും. കാരണം അവിടെ വലത് വെക്കാൻ അവകാശമില്ല. ചില സ്ഥലത്ത് അത് മാറി വലത് വെച്ച് വരാൻ പറ്റും, അത് മാറി കുറച്ചുകൂടെ നോർത്തിലൂടെ വടക്ക് ഭാഗത്തൂടെ വരാൻ പറ്റുന്നു. പക്ഷെ ഈ ചില സ്ഥലത്ത് ഇത് തുറന്ന സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ പല പുരോഹിതന്മാരും ഭാരവാഹികളും ഭക്തരും എല്ലാം പറയാറുണ്ട്, ആ ഓവിൽ നിന്ന് വെള്ളം ഇങ്ങനെ അകത്തുനിന്ന് ശ്രീകോവിനകത്തുനിന്ന് പുറത്തേക്ക് വീഴുമല്ലോ, അത് കുടിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ പല സ്ഥലത്ത്, ഞാൻ ഇടയ്ക്ക് ഒരു സ്പീച്ചിനൊരു ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ പലപ്പോഴും ഞാൻ എന്നിട്ട് അവിടുത്തെ തിരുമേനിയോട് ചോദിച്ചു. തിരുമേനി പറഞ്ഞു, സാറേ ഞാനിത് ഒരുപാട് പ്രാവശ്യം അവരോട് പറഞ്ഞു, ഇപ്പം എനിക്ക് പറഞ്ഞു മടുത്തു എന്ന് പറഞ്ഞു. കാരണം അതിങ്ങനെ ആ തീർത്ഥം ഇങ്ങനെ വളരെ ഹൃദയപൂർവ്വം അവർ കയ്യിൽ സ്വീകരിച്ചിട്ട് കുടിച്ച് അവരുടെ തലയിലും തളിച്ച് കൂടെ വരുന്ന മകളുടെ കുഞ്ഞോ മകൻ്റെ കുഞ്ഞോ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ തലയിലും കൂടെ തളിച്ചു കൊടുക്കും, വേണമെങ്കിൽ അവരുടെ ചുണ്ടിലും കൂടെ തരും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത് ശാസ്ത്രീയമായി ഇതിനൊരു അടിത്തറയുണ്ട്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അത് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് ചോദിച്ചാൽ, ഈ ശൈവ സങ്കല്പത്തിനകത്തെ നമ്മൾ നെഗറ്റീവ്സ് അല്ല, മനസ്സിലായി, നമ്മുടെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവ്സ് എന്ന് പറയുന്നത്, നമുക്ക് അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് ഇല്ല. ഈ നമ്മുടെ എല്ലാ വിഷയങ്ങളും അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. അതാണ് സങ്കല്പം. ആ ഏറ്റെടുത്തതിന് ശേഷം അതിൽ നിന്ന് പിന്നീട് അതിൽ ശുദ്ധീകരണം വരുത്തുകയാണ്. പല സമയത്തും അത് ശുദ്ധീകരിക്കാറുണ്ട്. ചില സ്ഥലത്ത് 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 5 പ്രാവശ്യം, 7 പ്രാവശ്യം ഇങ്ങനെ ശുദ്ധീകരിക്കും. അപ്പോൾ ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ 7, 9 ഒക്കെ ശുദ്ധീകരിക്കാറുണ്ട്. പക്ഷേ ഈ ശുദ്ധീകരിക്കുന്ന വെള്ളം പുറത്തേക്ക് വരികയാണ്. അപ്പൊ യഥാർത്ഥത്തില് ഈ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നെഗറ്റീവ്സ് എന്ന് വീണ്ടും പറയണ്ട, എന്നാലും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കാണാം. ആ ജലമാണ് അദ്ദേഹത്തിൽ നിന്ന്, ആ വിഗ്രഹത്തിൽ നിന്ന് ആ ജലമാണ് കഴുകിക്കളയുന്നത്. അപ്പൊ ഇത് പുറത്ത് ആരും സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അങ്ങ് കണ്ടിരിക്കും, ഏതാണ്ട് ഈ രൂപത്തിലിരിക്കും. 2 പാറകൾ ഇങ്ങനെ മുകളിലിട്ട് അതിൽ ചില ഇത് കേട്ടു. ആ സംഭവത്തെ പറയുന്നത് കുംഭോബ്ദ്രധാരി എന്നാണ്. കുംഭോബ്ദ്രധാരി ഇതെന്ന് പറഞ്ഞാൽ ഇത് ശിവൻ തന്നെ, മഹാദേവൻ തന്നെ സൃഷ്ടിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യരാശിയുടെ മുഴുവൻ, എൻ്റെ അടുത്ത് വരുന്ന മനുഷ്യരാശിയുടെ മുഴുവൻ ആ വിഷയങ്ങളാൽ ഞാൻ സ്വാംശീകരിക്കുകയാണ്. അതിനുശേഷം എന്നിൽ ശുദ്ധീകരണത്തിലേക്ക് വേണ്ടി ഞാനിത് തിരിച്ച് വിടുകയാണ്. എന്നെ ശുദ്ധീകരിക്കണം, എങ്കിൽ എനിക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ ഇത് വിടുന്ന സമയത്ത് ഇത് ഭൂമി ദേവിയെ പോലും സ്പർശിക്കരുത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, കുംഭോബ്ദ്രധാരി എന്ന് പറയുന്ന ഒരു സൃഷ്ടി നടത്തിയിട്ട് പറഞ്ഞു, ഇത് ഭൂമിയിൽ സ്പർശിക്കാതിരിക്കാൻ നീ ഇത് നിന്റെ വായിൽ ആവാഹിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുംഭോബ്ദ്രധാരി അവിടെ വച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള ചെറിയ വിഷയമെന്ന് തോന്നുന്ന വലിയ കാര്യങ്ങൾ ഉൾപ്പെടെ പഠിക്കേണ്ടുന്ന ഒരു ശാസ്ത്രശാഖയാണ് ടെമ്പിൾ സയൻസ്.